വാർത്തകൾ വിശദമായി. പത്തനംതിട്ട ചിറ്റാറിൽ കടുവ കിണറ്റിൽ വീണു. നാട്ടുകാർ വനം വകുപ്പിനെ വിവരം അറിയിച്ചു. ചിറ്റാർ പഞ്ചായത്ത് 10-ാം വാർഡിൽ വില്ലൂന്നിപ്പാറയിൽ കൊല്ലംപറമ്പിൽ സദാശിവന്റെ വീട്ടിലെ കിണറ്റിലാണ് കടുവ വീണത്. പ്രദേശത്തെ ഒരു പന്നി ഫാമിന് സമീപത്ത് കുറച്ചുനാൾ മുൻപ് നാട്ടുകാർ കടുവയെ കണ്ടിരുന്നു. ഞാനാണ് കണ്ടുപിടിച്ചത്. അവരെ വിളിച്ചുണർത്തുമായിരുന്നു. ഞാൻ ലൈറ്റ് വിളി ഞാനാ കണ്ടുപിടിച്ചത്. വിളിച്ചുണർത്തി അവരെ. ഇവിടെ അപകടമാണ്. ഇനി ഇതിൻ്റെ കാണുമായിരിക്കും. അപ്പോൾ ഇവിടെ അപകടം വരെ വന്നിരിക്കുക. കണ്ടുപിടുന്നതുകൊണ്ട് പുറകു മുട്ടി. അപ്പം തന്നെ ഫോറസ്റ്റുകാർ വന്നു? ഇല്ല, 2 മണിക്കൂർ കഴിഞ്ഞാൽ വന്നേ. വന്നല്ലേ? വേറെ അറിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാൽ വന്നത് ഫോറസ്റ്റുകാർ. ഇന്നാണെങ്കിൽ ഞാൻ കാണുമോ? ഞങ്ങൾക്കൊക്കെ വയ്യാതിരിക്കുന്നത് പറഞ്ഞു. വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, ജനവാസ മേഖലയിലെ പൊതു കിണറ്റിലാണ് കടുവ വീണിരിക്കുന്നത്. ജനങ്ങളെല്ലാം വലിയ ആശങ്കയിലാണ്, വലിയ ഭീതിയിലാണ്. ഈ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയത് തന്നെ. ഇപ്പോഴും ജനങ്ങൾ ഭീതിയിലാണോ? ഈ ഒരു പ്രദേശം എപ്പോഴും കടുവയുടെ ആക്രമണമുള്ള സ്ഥലമാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ മേഖലയ്ക്ക് ഉൾപ്പെടെയുള്ള വടശ്ശേരിക്കര, ചിറ്റാറ്, കൊല്ലത്തിന്റെ അടുത്തുള്ള സ്ഥലം പാടം എന്ന് പറയാം. കോന്നിക്ക് സ്ഥലം, കുളത്തൂർമണിക്ക് സമയം പാടം. ഈ മേഖലയിലെല്ലാം പുള്ളിപ്പുലിയും കടുവയുടെ സാന്നിധ്യം ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഏറി വരികയാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പാണ് നമ്മൾ വടശ്ശേരിക്കര കുമ്പളത്താമണിൽ ഉളികല്ലിൽ നിന്നും 11 വയസ്സുള്ള ആൺകടുവയെ 2 ദിവസം മുമ്പാണ് വനപാലകർ പിടിച്ചുകൊണ്ടുപോയത്. അതിനുശേഷം ഈ ചിറ്റാർ സീതത്തോടിൽ 2 ദിവസം മുമ്പ് ഒരു വളർത്ത് പോത്തിനെ ഈ കടുവ അതിനെ കാട്ടിലേക്ക് തീറ്റ തേടി പോയ ആ പോത്ത് തിരികെ വരാതെ വീട്ടുകാർ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ പോത്തിന്റെ മൃതദേഹം കാണുന്നത്. കാരണം അതിന്റെ ശരീരം മൊത്തം കടിച്ചു കയറി ഇട്ടിരുന്നു. അപ്പൊ തന്നെ വനപാലകരെത്തി ഈ കടുവയുടെ സാന്നിധ്യം അവിടെ ഉറപ്പിച്ചിരുന്നു. അപ്പൊ നാട്ടുകാർ അന്ന് തന്നെ പ്രതിഷേധിച്ച് ക്യാമറ സ്ഥാപിക്കണമെന്നും കൂട് സ്ഥാപിക്കണമെന്നും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ നടപടിയെടുക്കാമെന്ന് വനം വകുപ്പ് അധികൃതർ ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഇന്ന് ഏകദേശം ഇന്നലെ രാത്രി, ഇന്ന് വെളുപ്പിനോടുകൂടി ഈ ചിറ്റാറ് സീതത്തോടുള്ള ഈ പന്നി ഫാമിന്റെ അടുത്തുള്ള ഈ കിണറ്റിലെ ഈ കടുവ ഇപ്പോൾ വീണിരിക്കുന്നത്. കാരണം ഈ പന്നി ഫാമിന് ഉള്ള ഈ പന്നിയെ പിടിക്കാനുള്ള ഉള്ള ആക്രമണത്തിനായിരിക്കാം ഈ വഴുതി ഈ പൊതുക്കിണറ്റിൽ കടുവ വീണെന്നാണ് നമുക്ക് പ്രദേശവാസികൾ ഇപ്പോൾ നൽകുന്ന വിവരം. ഉടൻ തന്നെ അതിനടുത്തുള്ള 2 പ്രായമായവരാണ് ആദ്യം ഇതിന്റെ ശബ്ദം കേട്ട് അവിടെ ഓടിക്കൂടിയ വിവരം അറിയിച്ച് നാട്ടുകാരെ അറിയിച്ച ശേഷമാണ് വനപാലകരെത്തി ഇപ്പോൾ കടുവയെ പുറത്ത് എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇത് നല്ല ആരോഗ്യമുള്ള ഈ കടുവയാണെന്നാണ് പ്രദേശവാസികളും വനംവകുപ്പും അറിയിക്കുന്നത്. ഇതിനെ മുകളിലേക്ക് എടുക്കുന്നത് വളരെയധികം ശ്രമകരമായിരിക്കും. വനംവകുപ്പ് പറയുന്നത് മയക്കുവെടി വെച്ച് മയക്കിയതിന് ശേഷം അതിനെ മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമമുണ്ട്. അപ്പോൾ കോന്നിയിൽ റാന്നിന്നുമുള്ള വനംവകുപ്പും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും സ്ഥലത്തെത്തി ബന്ധപ്പെട്ട MLA മറ്റ് അധികാരികളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏകദേശം 1-2 മണിക്കൂറിനുള്ളിൽ കടുവയെ മയക്കുവെടി വെച്ചിട്ട് പുറത്തെടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. മേഖലയിൽ കടുവ, പുള്ളിപ്പുലി, ആന അതുപോലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഏറി വരികയാണ്. വളർത്തുമൃഗങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ വളരെയധികം ഭീഷണിയാണ് അരുണിമ ഈ മേഖലയിൽ. ശരി, വ്യക്തമാണ്. പത്തനംതിട്ട ചിറ്റാറിൽ കടുവ കിണറ്റിൽ വീണു. നാട്ടുകാർ വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ചിറ്റാർ പഞ്ചായത്ത് 10-ാം വാർഡിലാണ് ഇത്തരത്തിൽ കടുവ കിണറ്റിൽ വീണത്. ജനങ്ങളൊക്കെ വലിയ ഭീതിയിലാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രസാദ് MJ ആണ്.